നമ്മുടെ വിചാരങ്ങളും ചോദ്യങ്ങളും. 77-ാം സങ്കീർത്തനമാണ് നാം ചിന്തിക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നാം പലപ്പോഴും പലതിനെ ചൊല്ലി വിചാരപ്പെടാറുണ്ട്. ആ വിചാരത്തിൽ നിന്ന് വലിയ ചോദ്യങ്ങൾ ഉരുത്തിരിയാറുണ്ട്. സങ്കീർത്തനത്തിൽ 7-ാം വാക്യത്തിൽ കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? അവൻ്റെ ദയ സദാകാലത്തേക്ക് പോയിപ്പോയോ? അവൻ്റെ വാഗ്ദാനം തലമുറ തലമുറയോളം ഇല്ലാതായിപ്പോയോ? ദൈവം കൃപ കാണിക്കാൻ മറന്നുപോയോ? കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞോ? വിചാരങ്ങളും ചോദ്യങ്ങളും ചോദിക്കുകയാണ്. ആസാഫ് മാത്രമല്ല ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞാനും നിങ്ങളും ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, വിചാരപ്പെടാറുണ്ട്. എന്നാൽ 13-ാം വാക്യത്തിൽ നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ആകുന്നു. ഒത്തിരി ചോദ്യങ്ങളുടെയും വിചാരങ്ങളുടെയും നടുവിൽ പരിശുദ്ധാത്മാവ് പറയുന്ന സന്ദേശം, ഇന്നും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എല്ലാറ്റിനും ദൈവം ഉത്തരം നൽകിയില്ലെങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്ന സന്ദേശം, ഇന്നും ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ചോദ്യങ്ങൾക്കും വിചാരങ്ങൾക്കും അപ്പുറത്ത് അത്ഭുതം ചെയ്യുന്ന ദൈവമാകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.